നടനും മക്കൾ നീതി മയ്യം നേതാവുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക് DMK-യുമായുള്ള ധാരണ പ്രകാരമാണ് തീരുമാനം. രാജ്യസഭയിലേക്ക് 3 സ്ഥാനാർത്ഥികളെയും DMK പ്രഖ്യാപിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇതിനു മുൻപ് കോയമ്പത്തൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കമൽഹാസൻ മത്സരിച്ചിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ അതിൽ രാജ്യസഭയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. തട്ടകമാക്കി മാറ്റാൻ പോവുകയാണ് തലസ്ഥാനത്തെ. അനുജ, ഇത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ DMK-യും കമൽഹാസനും തമ്മിൽ, കമൽഹാസന്റെ മക്കൾ നീതി മയ്യവും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് DMK-യുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികളുടെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ സീറ്റ് നൽകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്തായാലും ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നിർണായക സമയമാണ് തമിഴ്നാട്ടിൽ. ഇത് 6 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ 4 DMK ജയിക്കും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇവിടെ ജയിക്കും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ കമൽഹാസൻ സീറ്റ് നൽകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഉദയനിധി സ്റ്റാലിൻ അടക്കം കമൽഹാസനെ കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു. കമൽഹാസൻ സ്റ്റാലിനെ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നോടിയായിട്ടാണ് ഇപ്പോൾ എന്തായാലും കമൽഹാസനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടി തീരുമാനിച്ചിരിക്കുന്നത്. DMK-യും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ മക്കൾ നീതി മയ്യത്തിൻ്റെ ഒരു നേതൃയോഗമുണ്ടായിരുന്നു. ആ നേതൃയോഗത്തിലാണ് കമൽഹാസൻ തങ്ങളുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മാറുന്നു എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വേദികളിലായിട്ട് അദ്ദേഹം ഇക്കാര്യത്തിന് സൂചന നൽകുകയും രാഷ്ട്രീയമായി കുറേ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമ പ്രൊമോഷൻ വേദികളിലടക്കം ചില രാഷ്ട്രീയ കാര്യങ്ങൾ കുത്തിപ്പറഞ്ഞു മൂന്നിപ്പറഞ്ഞുമൊക്കെയാണ് അദ്ദേഹം ആ ഒരു തൻ്റെ വരവ് ഒന്നുകൂടി സ്ഥിരീകരിച്ചത്. എന്തായാലും ഇപ്പോൾ കമൽഹാസൻ രാജ്യസഭയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ 3 സ്ഥാനാർത്ഥികളെയും DMK പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ 4 സ്ഥാനാർത്ഥികളാണ് DMK-ക്ക് ജയിപ്പിക്കാൻ കഴിയുക. 2 സ്ഥാനാർത്ഥികൾ എന്തായാലും AIADMK BJP പക്ഷത്തേക്ക് പോകും. ഇനി BJP AIADMK-യോട് ഒരു സീറ്റ് ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യമാണ് നിർണായകമായി മാറുക. അനുജ, ശരി, കമൽഹാസൻ രാജ്യസഭയിലേക്ക് DMK-യുമായുള്ള ധാരണ പ്രകാരമാണ് തീരുമാനം.